ചാലിയാർ പുഴയിൽ നടക്കുന്ന തെരച്ചിലിൽ ഒരു ശരീരഭാഗം കണ്ടെത്തി. പോത്തുകൽ ഞെട്ടിക്കുളം ഭാഗത്തു നിന്നാണ് കാല് കണ്ടെത്തിയത്. ഇതോടെ ഇന്നത്തെ തിരച്ചിലിൽ 3 ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. രമ്യ ദാസ് ചേരുന്നുണ്ട്. രമ്യ, എന്താണ് വിവരങ്ങൾ? ഇന്നും ചാലിയാറിൽ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 9ാം ദിവസമാണ് ഇന്ന് ചാലിയാറിൽ വളരെ ഊർജിതമായ തെരച്ചിൽ തുടരുന്നത്. അതായത് ഫോഴ്സ്, NDRF, പോലീസ് തുടങ്ങിയവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഇന്ന് തെരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് രാവിലെ തുടങ്ങിയ തെരച്ചിലിൽ ചാലിയാർ മുക്കിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടേരിൽ ശരീരഭാഗം കണ്ടെത്തിയതായി നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു. തുടർന്ന് ഇന്ന് ഞെട്ടിക്കുളം ഭാഗത്തു നിന്നാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയതായിട്ട് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാനുള്ള വിവരം. ഇത്തരത്തിൽ ഇന്ന് നടന്ന തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങളാണ്. അതായത് അതിലൊന്ന് ഒരു മൃതദേഹഭാഗവും അതുപോലെ തന്നെ 2 ശരീരഭാഗവുമാണ് കണ്ടെത്തിയത്. ഇതോടുകൂടി ഇന്ന് കണ്ടെത്തിയ 3 ഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും തിരച്ചിൽ ഇതുപോലെ തന്നെ പുരോഗമിക്കുകയാണ്. ചാലിയാറിന്റെ തീരങ്ങളിലാണ്, അതായത് പുഴ കേന്ദ്രീകരിച്ചാണ് ഇന്ന് കൂടുതലായി പരിശോധനകൾ നടത്തുന്നത്. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി കൂടുതൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനാകും. കാരണം പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരം തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് ഭരണകൂടം ഇത്തരത്തിൽ ഊർജിതമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയിൽ നടക്കുന്ന തെരച്ചിലിലാണ് ഒരു ശരീരഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. പോത്തുകൽ ഞെട്ടിക്കുളം ഭാഗത്തു നിന്നാണ് കാല് കണ്ടെത്തിയത്. ഇതോടെ ഇന്നത്തെ തിരച്ചിലിൽ 3 ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ ദാസ്.